വിശ്വാസികളുടെ ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്ന പ്രബലമായ ഒരു ചോദ്യമുണ്ട്. മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ? നമുക്ക് ഉത്തരം നൽകാൻ കഴിയുന്നതിനു മുമ്പ് അള്ളാഹു തന്നെ ഇങ്ങനെ മറുപടി നൽകുന്നു. അനാഥരെ വിരട്ടുന്നവനത്രേ അവൻ, അഗതിക്ക് ആഹാരം നൽകാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. തുടർന്ന് തങ്ങളുടെ ഹൃദയങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്ന ശക്തമായ ഒരു താക്കീത് അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്നു. തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി അശ്രദ്ധരായ നമസ്കാരക്കാർക്ക് നാശം. അന്യരെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മം ചെയ്യുന്നവരത്രേ അവർ അല്പമായ ഔദാര്യം പോലും തടയുകയും ചെയ്യുന്നു. തെറ്റായ പ്രവൃത്തികളിലൂടെയും കഠിനമായ പെരുമാറ്റങ്ങളിലൂടെയും നിസ്സംഗതയുടെ മൗനത്തിലൂടെയും അവഗണനയിലൂടെയും മതനിഷേധം നമ്മുടെ ജീവിതത്തിൽ പതിയെ വളരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മുടെ വിശ്വാസത്തെപ്പറ്റി മനോഹരമായി സംസാരിക്കുകയും ചെയ്യാം. എന്നാൽ നമ്മുടെ ഹൃദയം അവശരായ സമസൃഷ്ടികൾക്ക് വേണ്ടി സഹാനുഭൂതിയാൽ തുറക്കപ്പെടുന്നില്ലെങ്കിൽ ആ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് വിധിന്യായ ദിനത്തിൽ എല്ലാ ആത്മാവിനെയും പിടിച്ചു കുലുക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. അള്ളാഹു പറയും, ആദമിന്റെ പുത്ര, എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം നൽകാതെ പോയി, ദാഹിച്ചപ്പോൾ വെള്ളം നൽകിയില്ല, രോഗിയായിരുന്നപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ ഭയന്ന് വിറക്കുന്ന ഹൃദയത്താൽ ദാസൻ മറുപടി പറയും, എന്റെ നാഥ, നീ സർവലോക രക്ഷിതാവാണ്. ഞാൻ നിന്നെ എങ്ങനെ സന്ദർശിക്കാനാണ്? നിനക്ക് എങ്ങനെയാണ് ഭക്ഷണം നൽകുക? എങ്ങനെയാണ് നിനക്ക് കുടിക്കാൻ വെള്ളം നൽകുക? അള്ളാഹു മറുപടി പറയും, എന്റെ പ്രിയ ദാസൻ നിങ്ങളുടെ അടുക്കൽ വിശന്ന് വന്നപ്പോൾ ഭക്ഷണം നൽകാതെ നിങ്ങൾ അവനെ തിരിച്ചയച്ചു. എന്റെ ദാസൻ നിങ്ങളോട് വെള്ളം ചോദിച്ചപ്പോൾ നിങ്ങൾ അവനെ അവഗണിച്ചു. എന്റെ ദാസൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ അവനെ സന്ദർശിച്ചില്ല. നിങ്ങൾ അവനെ സഹായിച്ചിരുന്നെങ്കിൽ അത് എന്റെ അടുത്ത് നിങ്ങൾക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് ഒരു ദരിദ്രൻ നമ്മുടെ വാതിലിൽ മുട്ടുമ്പോൾ, ആരെങ്കിലും നമ്മോട് സഹായം ചോദിക്കുമ്പോൾ, ഒരു രോഗി സന്ദർശനത്തിനായി കാത്തിരിക്കുമ്പോൾ, ആ നിമിഷം നമുക്ക് ഒരു പരീക്ഷണമാണ്. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാലും പകൽ സമയത്ത് ഹൃദയം കഠിനമായാൽ നമ്മുടെ വിശ്വാസത്തിൽ എന്തോ ഒരു ന്യൂനതയുണ്ടെന്നാണ്. പ്രാർത്ഥനയും ഉപവാസവും വളരെ പ്രധാനമാണ് എങ്കിലും കാരുണ്യമാണ് ആരാധനയുടെ ആത്മാവ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർ അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ ദരിദ്രർക്കും അനാഥർക്കും തടവുകാർക്കും ഭക്ഷണം നൽകുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യനെ സഹായിക്കുക എന്നതും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്നതും രോഗികളെ സന്ദർശിക്കുക എന്നതും ഒരിക്കലും സാധാരണമല്ല. അസാധാരണതയാണ് ഇതിലെ സാധാരണത. കാരണം നമ്മൾ ഒരു വ്യക്തിയെ സേവിക്കുമ്പോൾ അള്ളാഹുവിനെ തന്നെയാണ് സേവിക്കുന്നത്.